ഇന്ന് നമ്മുടെ ചാനലിലൂടെ പറയാൻ പോകുന്നത് നമ്മൾ തൊട്ട് മുമ്പ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എങ്ങനെ ഫോട്ടോഷോപ്പിൽ സെറ്റ് ചെയ്യാം അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അത് ഒരുപാട് ആളുകൾ അത് കാണുകയുണ്ടായി. അപ്പോൾ അതിലെ കുറച്ച് ആളുകളുടെ അഭിപ്രായം ജസ്റ്റ് അതിൻ്റെ അകത്ത് ചെറിയ സംശയങ്ങളാണ്, ഒരു സംശയങ്ങളാണ്. അപ്പോൾ അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ചില ആളുകൾക്ക് പ്രിൻ്റ് അടിക്കുന്ന സമയത്ത്, അതായത് നമ്മൾ പ്രിൻ്റ് അടിക്കുന്ന സമയത്ത് ഫോട്ടോഷോപ്പിൽ സെറ്റ് ചെയ്ത സംഗതികളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷേ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെ കറക്റ്റായിട്ട് എങ്ങനെ, ഇപ്പോൾ A4 ആണ് ഒരാൾ ചോദിച്ചത്, A4ൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് എങ്ങനെ കറക്റ്റായിട്ട് പ്രിൻ്റ് അടിക്കുക എന്നുള്ള കാര്യം വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് കാണുക. അതുപോലെ തന്നെ ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള, അപ്പോൾ ഫോട്ടോഷോപ്പിലുള്ള എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോ, ആ സംശയങ്ങൾ എന്താണോ അതിനനുസരിച്ചുള്ള വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. ഞാനൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എങ്ങനെ ഫോട്ടോഷോപ്പ് സെറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ആ ലിങ്കിൽ, ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ കൂടെ കയറിയിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടാണ് അത് നമ്മളതിൽ പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഫോട്ടോ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ഒരു A4ലേക്കാണ് പ്രിൻ്റ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രിൻ്റർ A4 സൈസ് പ്രിൻ്റ് അടിക്കുന്ന ഒരു മെഷീനാണ്. സാധാരണ ഇങ്ക് ടാങ്ക് പ്രിൻ്ററാണ്. അപ്പോൾ ഇങ്ക് ടാങ്ക് പ്രിൻ്ററിലാണ് നമ്മളത് പ്രിൻ്റ് അടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് മാക്സിമം സൈസ് എന്ന് പറഞ്ഞാൽ A4 ലെറ്റർ ആ ഒരു സൈസിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്, പ്രിൻ്റ് അടിക്കാൻ എടുത്തിട്ടുള്ളത് ഒരു ഫോട്ടോ പേപ്പർ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. നമ്മൾ ബുക്ക് സ്റ്റാളുകളൊക്കെ വാങ്ങാൻ കിട്ടുന്ന സൈസ്, അതായത് A4ൽ ഏകദേശം ഒരു ഷീറ്റിന് ഒരു 5 രൂപ മുതൽ 7 രൂപ വരെ വരുന്ന സൈസ് ക്യാഷ് വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഏകദേശം 20-24 ഫോട്ടോസ് നമുക്ക് സെറ്റ് ചെയ്ത് പ്രിൻ്റ് അടിക്കാൻ പറ്റും. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തതിന് ശേഷം ഒരു A4 ഷീറ്റിലേക്ക് നമുക്ക് അതിനെ ഡ്രാഗ് ചെയ്തിട്ടാണ്, സാധാരണ നമ്മൾ ഡ്രാഗ് ചെയ്യുന്നത് പോലെ ഡ്രാഗ് ചെയ്തിട്ടതിന് ശേഷം ഇതിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കത്രിക വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന് ചെറിയൊരു സ്ട്രോക്ക് വേണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഔട്ട്ലൈന് വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. കട്ട് ചെയ്യാൻ ഇതിൻ്റെ ബോർഡർ കിട്ടത്തില്ല. അപ്പോൾ അതിന് നമ്മൾ ജസ്റ്റ് ഒരു സ്ട്രോക്ക് ഇട്ട് കൊടുക്കണം. സ്ട്രോക്ക് നമുക്കിവിടെ എഫക്ട്സിൽ പോയിട്ട് നമുക്ക് സ്ട്രോക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിലൂടെ ഒരു സൈസ്, ഓൾറെഡി ഒരു ഡിഫോൾട്ടായിട്ട് സൈസ് ഉണ്ടായാലേ സ്ട്രോക്കിൻ്റെ സൈസ് ഉണ്ടായാൽ 3 ആയിരിക്കും. അത് 2ലേക്കോ 3ലേക്കോ മാറ്റിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് ഒരു കത്രിക കട്ട് ചെയ്യാൻ പാകത്തിലുള്ള സൈസ് മതി, നോർമൽ സൈസ് തന്നെ മതി. അപ്പോൾ അതിലൂടെ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മളിവിടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒരു A4 ഷീറ്റിൽ ടോപ്പിൽ ഒരു 6 പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പ്രിൻ്റ് കൊടുക്കണം. പ്രിൻ്റ് കൊടുക്കാൻ വേണ്ടി കീബോർഡിൽ Ctrl+P പ്രസ് ചെയ്യാം. Ctrl+P പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രിൻ്ററിൻ്റെ സെറ്റിങ്സ് വരും. അപ്പോൾ പ്രിൻ്ററിൻ്റെ സെറ്റിങ്സ് വരുമ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് പ്രിൻ്ററിൻ്റെ സെറ്റപ്പിൽ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കും. ആ പ്രിൻ്ററിൻ്റെ പേരിൽ കാണിച്ചിട്ടുള്ളത്, ഇവിടെ കാണിച്ചിട്ടുള്ളത് എപ്സോൺ L130 സീരീസിലുള്ള ഒരു പ്രിൻ്ററാണ്. അപ്പോൾ നമ്മൾ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പ്രിൻ്റർ ഏതാണോ ആ പേരിലായിരിക്കും ആ ഒരു പ്രിൻ്ററിൻ്റെ പേരോട് കാണിക്കുന്നുണ്ടാകും. അത് കഴിഞ്ഞ ശേഷം തൊട്ട് താഴെ കോപ്പീസ് ഉണ്ട്. അപ്പോൾ ഈ കോപ്പി എടുക്കുന്നതിന് മുമ്പായിട്ട്, കോപ്പീസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ പ്രിൻ്റർ സെറ്റിങ്സ് ഉണ്ട്. ആ പ്രിൻ്റർ സെറ്റിങ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ സെറ്റിങ്സിൽ കുറച്ച് ചേഞ്ച് വരുന്നത് പ്രിൻ്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ സെറ്റിങ്സിൽ കുറച്ച് ചേഞ്ചസ് നമ്മൾ വരുത്തേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടി സെറ്റിങ്സ് എടുത്ത് പ്രിൻ്ററിൻ്റെ പ്രിൻ്റ് സെറ്റിങ്സ് എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ അകത്ത് ഇവിടെ ഡോക്യുമെൻറ്റ് സൈസ് ഉണ്ട്. ആ ഡോക്യുമെൻറ്റ് സൈസ് നമ്മൾ A4 ആക്കി കൊടുത്തു. A4ലാണ് നമ്മൾ പ്രിൻ്റ് അടിക്കുന്നത് കൊണ്ട് നമ്മൾ A4 ആക്കി കൊടുത്തു. അതുപോലെ തന്നെ ഓറിയൻറ്റേഷൻ നമുക്ക് പോർട്രേറ്റ് ആണോ അതോ ലാൻഡ്സ്കേപ്പ് ആണോ, അതാണെങ്കിൽ ഏതാണ് വേണ്ടത്. ചിലപ്പോൾ നമ്മളിപ്പോൾ പോർട്രേറ്റിനാണ് എടുക്കുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്തു, പോർട്രേറ്റ് എടുത്തു.
പിന്നെ അതുപോലെ തന്നെ പേപ്പറിൻ്റെ ടൈപ്പ്, ഏതാണ് പേപ്പറിൻ്റെ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, ആ പേപ്പറിൻ്റെ ടൈപ്പും നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഏത് ടൈപ്പിലാണ് നമ്മൾ പേപ്പറിൻ്റെ ടൈപ്പ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഗ്ലോസി ടൈപ്പ് പേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഗ്ലോസി ടൈപ്പ് പേപ്പറിൻ്റെ ടൈപ്പാണ് കൊടുത്തത്. അതായത് നമ്മൾ പ്രിൻ്റ് അടിക്കാൻ ഉദ്ദേശിക്കുന്ന പേപ്പർ ഗ്ലോസി ടൈപ്പ് പേപ്പറാണ്. ഫോട്ടോ പേപ്പർ ആണെങ്കിൽ പോലും ഗ്ലോസി ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ഗ്ലോസി ടൈപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. കളർ പ്രിൻ്റാണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ കളർ കൊടുക്കുന്നത്. അത്രയേ ഉള്ളൂ. അത്രയും മെയിനായിട്ടുള്ള ഇത്രയും സെറ്റിങ്സ് നമ്മൾ ചെയ്തതിന് ശേഷം ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ചതിന് ശേഷം പ്രിൻ്റ് കൊടുത്താൽ മാത്രം മതി. കൊടുക്കുക. അത് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് പ്രിൻറ്റിങ് കൊടുക്കാം. അപ്പോൾ ഞാൻ പ്രിൻ്ററിൻ്റെ അകത്ത് പേപ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പേപ്പർ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. പേപ്പർ ഗ്ലേസിങ് ഉള്ള ഭാഗം നമുക്ക് പുറത്തോട്ടാക്കിയിട്ട് നമ്മുടെ പ്രിൻ്ററിനകത്ത് നിന്ന് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മളത് ഇട്ടു. അതിന് ശേഷം നമ്മളിതിന് പ്രിൻ്റ് കൊടുക്കാൻ പോകണം. പ്രിൻ്റ് കൊടുത്ത് കുറച്ച് സമയം, അതായത് ഇത് കളർ പ്രിൻ്ററാണ്. അപ്പോൾ മൊത്തം കളർ 4 കളറും കൂടെ മിക്സ് ചെയ്തിട്ട് പ്രിൻ്റ് അടിച്ച് വരുമ്പോൾ കുറച്ച് സാധാരണ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ് അടിക്കുന്നത് പോലെയല്ല, അല്ലെങ്കിൽ ഗ്രേ സ്കെയിൽ പ്രിൻ്റ് അടിക്കുന്നത് പോലെയല്ല, കുറച്ച് സമയം എടുത്തിട്ടാണ് പ്രിൻറ്റിങ് പ്രോസസ്സിങ് നടക്കുകയുള്ളൂ. ഓക്കെ, പ്രിൻ്റ് ചെയ്തിട്ട് നമുക്ക് പുറത്തോട്ട് വരുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന വർക്ക് പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാസ്പോർട്ട് സൈസ് ഈ നേരത്തെ പറഞ്ഞ ഈ ഔട്ട്ലൈൻ ഇട്ട് കൂടെ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വർക്ക്, അതായത് നമ്മൾ ആ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കിട്ടും.